ഇന്ന് മധുരം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം നല്ല അത്യാവശ്യത്തിന് മധുരമുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ്. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 മുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മഞ്ഞക്കരു പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് 6 മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അല്ലാതെ നിങ്ങൾ വേറെ മഞ്ഞ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ. പൊട്ടിപ്പോകാത്ത രീതിയിൽ 6 മുട്ടയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ മഞ്ഞക്കരു പൊട്ടാതെ ഭയങ്കര കെയർഫുള്ളായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ വേറെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം മാത്രം അതിലേക്ക് വെക്കുക. ബാക്കി എല്ലാ മഞ്ഞക്കുരുവും നമുക്ക് വേറൊരു ബൗളിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് പോളയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6-7 പീസ് ബ്രെഡ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബ്രൗൺ കളറ് വേണ്ട എന്നുള്ളതാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പം അതോടുകൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പാക്കറ്റ് പാൽപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ ചെറിയൊരു 10 രൂപയുടെ പാക്കറ്റ് കിട്ടും. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും മതിയാണ്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മധുരം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റെസിപ്പിയാണിത്. അതിലേക്ക് പിന്നെ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ച് ലൈറ്റാക്കിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അത് മുഴുവനായിട്ട് ആ ഒരു മഞ്ഞക്കരുപ്പാട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു ഏത് പാത്രമായാലും മതി കേട്ടോ. ബട്ടറോ നെയ്യോ പുരട്ടി കൊടുത്തതിന് ശേഷം പകുതി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 പോർഷനായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവിയേറി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മഞ്ഞക്കുരു ഒന്ന് ഇത്തിരി വാനില എസൻസും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 1/4 ഭാഗം ഒന്ന് ആയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ബാറ്ററി ഞാനൊന്ന് പകുതി ഒഴിച്ചു കൊടുത്തു, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തു കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.